പുതുപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ ക്രംബ് റബ്ബർ ഫാക്ടറിയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്താനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചു. 2009 മുന്നറിയിപ്പില്ലാതെ ഫാക്ടറി ലോക്കൌട്ട് ചെയ്തെങ്കിലും തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാത്തതിനാൽ അന്നു മുതൽ തൊഴിലാളികൾ നിയമ പോരാട്ടം നടത്തി വരികയാണ്. റവന്യൂ റിക്കവറി നടപടി ആരംഭിച്ച സമയത്ത് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ പരാതി. ധർണ സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്. തൊഴിലാളികളെ അടിമകളായി കാണുന്ന നടപടി അവസാനിപ്പിക്കുക. കോഴിക്കോട് ജില്ലാ കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിൽ 1983 പുതുപ്പാടി കുപ്പായക്കോട് ക്രംബ് റബ്ബർ ഫാക്ടറി ആരംഭിച്ചത്. 77 തൊഴിലാളികളാണ് ഫാക്ടറിയിലുണ്ടായിരുന്നത്. 2009 ഫാക്ടറി നഷ്ടത്തിലാണെന്ന കാരണം പറഞ്ഞ് ലോക്കൌട്ട് ചെയ്തു. എന്നാൽ വർഷങ്ങളോളം ജോലി ചെയ്ത് തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യവും നൽകിയില്ലെന്നാരോപിച്ച് തൊഴിലാളികൾ രംഗത്തെത്തി. ഇതിനിടെ ഫാക്ടറിയും 5.5 ഏക്കറോളം വരുന്ന ഭൂമിയും വിൽപ്പന നടത്താൻ മാനേജ്മെന്റ് പലപ്പോഴായി ശ്രമം നടത്തിയെങ്കിലും തൊഴിലാളികൾ കോടതിയെ സമീപിച്ചതിനാൽ വിൽപ്പന നടത്താനായില്ല. തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവിട്ടെങ്കിലും നടപ്പാക്കിയില്ലെന്നാണ് ഇവരുടെ ആരോപണം. നിയമ പോരാട്ടത്തിനൊടുവിൽ ഫാക്ടറിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാനുള്ള നീക്കം ജില്ലാ കളക്ടർ ആരംഭിച്ചതോടെ ഫാക്ടറിയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ വീണ്ടും സൊസൈറ്റി ശ്രമം ആരംഭിച്ചു. വിൽപ്പന അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് തൊഴിലാളികൾ വീണ്ടും സമരരംഗത്തിറങ്ങിയത്. ഇവരൊക്കെ മറ്റൊരു ജോലി തേടാൻ പോകാൻ അവസരം ഇവർക്ക് ഇനി ഇല്ലാത്ത കാലത്താണ് ഇത് ലോക്കൌട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോക്കൌട്ട് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയും ഫാക്ടറിയെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് ICICI ബാങ്കിൽ നിന്നും 5 കോടി രൂപ ഫാക്ടറിയുടെ പേരിൽ ലോൺ എടുത്തു എന്നാണ്. പക്ഷെ ഞങ്ങൾ അത് സംബന്ധമായി മന്ത്രി സുധാകരൻ, അക്കാലത്ത് സഹകരണ മന്ത്രിയായിരുന്ന മന്ത്രി സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ സഹകരണ സംഘത്തിന്റെ ഭൂമിക്ക് വേണ്ടി ICICI ബാങ്കിന് ലോൺ കൊടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പൊ തന്നെ മന്ത്രി സുധാകരൻ JRനെ വിളിച്ചു. കോഴിക്കോട്ടെ JRനെ ജോയിന്റ് രജിസ്ട്രാറെ വിളിച്ചപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ പറഞ്ഞു ഇത് സഹകരണ സംഘം അറിഞ്ഞിട്ടില്ല, നമ്മുടെ വകുപ്പ് അറിയില്ല, സഹകരണ രജിസ്ട്രാർ അറിയില്ല. അപ്പൊ അന്ന് പോലെ ഞങ്ങൾക്ക് ഇതിന്റെ ഗൂഢശ്രമം മനസ്സിലായി. ഇതൊരു ഗൂഢശ്രമമാണ്. ആ ലോൺ എടുത്തതും ഗൂഢശ്രമമാണ്. ആ ലോൺ ഇവിടെ ഉപയോഗിച്ചായിട്ടുള്ള യാതൊരു രേഖയും ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ആരാണോ ആ ലോൺ എടുത്തത്, ആ ലോൺ എടുത്തവരെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം. ഇവർക്ക് ഇവിടെ ആനുകൂല്യം ബഹുമാനപ്പെട്ട ലേബർ കോടതിയും ഹൈക്കോടതി അടക്കം അംഗീകരിച്ച് രേഖയാക്കി കൊടുത്ത് ശുദ്ധമാക്കി കൊടുത്ത ഒരു അവകാശം ഇവരുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഒരു കോടതി വിധി ഇവരുടെ കയ്യിലിരിക്കുന്നു. ആ കോടതി വിധി നടപ്പിലാക്കേണ്ടത് അതിന്റെ നിക്ഷിപ്തമായ ഭൂമി ഇതാണെന്നുള്ളത് കൊണ്ടാണ് ഇത് വിൽക്കാൻ സമ്മതിക്കാതെ തൊഴിലാളികൾ ഇത് തടയുന്നത്. ICICI ബാങ്കിൽ നിന്ന് 5 കോടി രൂപ സൊസൈറ്റി വായ്പ എടുത്തിരുന്നു. ഇതിൽ 2 കോടി തിരിച്ചടച്ചുവെന്നാണ് സൊസൈറ്റി അധികൃതർ പറയുന്നത്. എന്നാൽ കോടികൾ ഇനിയും തിരിച്ചടക്കാനുണ്ട്. ഇതാണ് ഫാക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഈ പണം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ആർക്കും അറിയില്ലെന്നും പണം കൈപ്പറ്റിയവർ തിരിച്ചടക്കണമെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. 2006 യാതൊരു കാരണവുമില്ലാതെ ഫാക്ടറി ലോക്കൌട്ട് ചെയ്തതിനെ തുടർന്ന് KDC ബാങ്കിലുണ്ടായിരുന്ന 3 കോടി രൂപ സർക്കാർ എഴുതിത്തള്ളിയെന്നും ഇത് ഒത്തുകളിയുടെ ഭാഗമായിരുന്നുവെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മെഷീനറികളാണ് തുരുമ്പെടുത്ത് നശിച്ചത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പ്രദേശം കാടുമൂടി കിടക്കുന്നതിനാൽ ഇവിടെ വന്യജീവികൾ താവളമാക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. സഹകരണ വകുപ്പ് ഇടപെട്ട് ഫാക്ടറിയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്തി തൊഴിലാളികളുടെ ആനുകൂല്യം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.